നമസ്കാരം. ഈ ബാംഗ്ലൂരുള്ളവർ സ്വത്തുകാർ കോടികളുടെ സ്വത്തുണ്ട്. ഭയങ്കര കോടീശ്വരൊന്നുമല്ല, ഇഷ്ടം പോലെ സ്വത്തുള്ള ഒരു സ്ത്രീനെ കളിച്ച സംഭവമാണിത്. നമ്മൾ ഈ ബാംഗ്ലൂർ, അതേപോലെ ഹൈദരാബാദ്, ചെന്നൈ, പൂനെ, മുംബൈ ഈ നഗരങ്ങളിലൊക്കെ ഞാൻ അനവധി ശുക്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ രാശി ഹൈദരാബാദാണ്. എനിക്കറിയില്ല, ഹൈദരാബാദിലാണ് എൻ്റെ ശുക്ലം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ ചിലവായിട്ടുള്ളത്. പറയാൻ പറ്റില്ല. ഇത് ഞാൻ ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റിൽ ഉള്ള സമയത്താണ്. ഇവർക്ക് 2 ഏക്കറിൻ്റെ പരിപാടി, അതേപോലെ ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് കൊടുക്കുക, ഇങ്ങനത്തെയൊക്കെ പരിപാടിയാണ്. ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, അവളുടെ ബന്ധു. ഇവളെ കല്യാണം കഴിച്ച് ഇവളെ സ്വത്ത് കണ്ട് കെട്ടി, പിന്നെ ഇവളെ ഭരിക്കൽ തുടങ്ങി, തല്ലൽ തുടങ്ങി, പൈസ ദൂർത്തടിക്കൽ തുടങ്ങി. അങ്ങനെ അവനെ തല്ലി ഓടിച്ച് ഡൈവേഴ്സ് ചെയ്തു. അവൾ പ്രോപ്പർ മൈസൂരാണ്. അവൾക്ക് മൈസൂർക്കാരിയാണ്. അവൾക്ക് ലൈസൻസുള്ള തോക്കൊക്കെ ഉണ്ട്, പിസ്റ്റൾ ചെറുത്. നല്ല സ്നേഹമുള്ള പെണ്ണാണ്. പക്ഷെ തെറ്റിയ കരിങ്കൂതറ. സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള പെൺകുട്ടികൾക്കാണ് സ്നേഹം കൂടുതൽ. ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നണം അപ്പോഴാണ്. ഇവിടെയൊക്കെ അഭിനയമാണ്, അവിടെ അഭിനയമല്ല, നാച്ചുറലാണ്. അപ്പം അതിനു മുമ്പ് ഇന്നൊരു സംഭവമുണ്ട്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പെണ്ണ്, അത് അവളുടെ ശരീരത്തിൻ്റെ 90% അവൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവളുടെ മുഖമാണെങ്കിൽ ഭയങ്കര ഗൗരവം. അവളുടെ മുഖത്തു നിന്ന് എന്താ വായിച്ചെടുക്കാൻ എനിക്ക് പറ്റിയെന്നറിയാം. ഞാൻ 75-90% പുറത്തിട്ടാണ് നടക്കുന്നത്. നീയൊക്കെ വേണമെങ്കിൽ വീട്ടിൽ പോയി വാണടിച്ചോ. എന്നെ 12 സെക്കൻഡിലേറെ നോക്കി ഞാൻ കേസ് കൊടുത്തോളെ. എന്നെ ലൈംഗിക ചുവയോടുകൂടി നോക്കിയാൽ കേസ് കൊടുത്തോളെ. ഇതാണ് അവളുടെ മുഖത്ത് ഞാൻ വായിച്ചത്. ഇതൊക്കെ ഈ സമൂഹത്തിനോട് ചെയ്യണ ക്രൂരത. ഇതൊക്കെ എൻ്റെ മനസ്സുഖത്തിനാണ് ഞാനിത് ഇങ്ങനെയൊക്കെ നടക്കണേ. അതും കൂടി അവളുടെ മുഖത്ത് ഞാൻ വായിച്ചത്. അതായത് അവളുടെ മനസ്സിൻ്റെ സുഖം സമൂഹത്തിനോട് ചെയ്യണ വലിയൊരു ക്രൂരത. എന്നെപ്പോലത്തെ 100 കണ്ട ആൾക്കാർക്കൊന്നും ഒന്നും തോന്നില്ല. പക്ഷേ ഒന്നും നടക്കാതെ ചെറുപ്പക്കാരും പിള്ളേർക്കും വാണടിക്കാൻ മാത്രമല്ല, ചിലർക്ക് വാണടിച്ചാൽ മതിയാവില്ല. അപ്പോഴാണ് ഈ സെക്സിൽ ആവേശം മൂത്തിട്ട് അയൽവക്കത്തെ പെണ്ണുങ്ങളെ, ബെഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ പോണത്. ഇവളുടെ കുഴപ്പം മാറ്റിയാണ് പോയി. പക്ഷേ ഇവനിത് മനസ്സിൽ വെച്ചിട്ടല്ലേ വീട്ടിൽ പോയി വാണടിക്കുക. വാണടിച്ചാൽ കുഴപ്പം വരാത്ത ആണുങ്ങളാണ് ഒരു പ്രശ്നത്തിൽ പോയി പെടുന്നത്. അതിനൊക്കെ കാരണക്കാരികൾ ഇവളാ. വസ്ത്ര സ്വാതന്ത്ര്യമാണ്, തേങ്ങാക്കോലെ. കേരളത്തിന് പുറത്ത് ഇങ്ങനത്തെ ഒരു വേഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഒരു മയമുള്ള ആൾക്കാരാണ്, മുഖത്തോട്ട് നോക്കി സംസാരിക്കാൻ. ഇതങ്ങനെയല്ല. മൂക്കില്ലാത്തടത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞാൽ ഇവളിങ്ങനെ കാട്ടി നടക്കുക. അത് കേൾക്കണം. പുരുക്കം ഇങ്ങനെ വില്ല് പോലെയൊക്കെ പ്ലക്ക് ചെയ്ത്, പിന്നെ കണ്ണിൻ്റെ ഇവിടെ ഒരു 2 വാല്, പിന്നെ കണ്ണിൻ്റെ പീലിമേലൊക്കെ എന്തോ കറുത്ത സാധനമൊക്കെ തേച്ച്. എവിടെ നിന്നാണ് ആ സാധനം വന്നതെന്നല്ല, ഒരു അറപ്പുള്ളതൊക്കെ. ഈ സാധനം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു വൃത്തിയുടെ ഇതാണ് എനിക്ക് തോന്നി. പട്ടിണി കിടക്കണവൻ്റെ മുമ്പിൽ നമ്മൾ ബിരിയാണി നെയ്ച്ചോറും തിന്നാൽ എങ്ങനെ ഉണ്ടാവും? കേരളത്തിലെ സ്ഥിതി അതാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫ് എന്നോട് പറയാം, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലെ ക്ലീനർ പറയും, ചേച്ചി ഇന്നാണ് ബാക്കിൽ നിൽക്ക്, സീൻ ബ്ലോക്ക് ചെയ്യല്ലെന്ന് പറയും. ചേച്ചിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവൻ കൈ കൊണ്ട് കുറച്ചാണ് ബാക്ക് നിൽക്കണം. അപ്പോൾ ഇവള് ബാക്കിലേക്ക് നിന്നപ്പോൾ ഇവനെങ്ങോട്ടാണ് നോക്കണമെന്ന് വൈഫ് സ്വാഭാവികമായിട്ട് നോക്കി. അപ്പോൾ എന്താ, ഒരു നൈസ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെള്ള പാൻറ് ഇട്ടിട്ട് വരുത്തിയിരിക്കുക, സൈഡ് ഓപ്പൺ, റോസ് കളറിലെ ഷഡ്ഡി. ശരിക്കും ഒരു ഷഡ്ഡി മാത്രം ഇട്ട് അങ്ങനെ ഇരിക്കണ്ടോ, അത്ര ട്രാൻസ്പെറൻറ്റ്. അത് ഈ ചെക്കനത് നോക്കുകയാണ്, ഗതികേടുകൊണ്ട് നോക്കുകയാണ്. കാരണം അവനൊന്നും വേറെ രക്ഷയില്ല. വീട്ടിൽ പോയി ഒരു വാണെങ്കിലും അടിക്കാൻ വേണ്ടി അവൻ ഈ പെണ്ണിനെ സ്കാൻ ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോഴാണ് എൻ്റെ വൈഫ് അറിയാണ്ട് ബ്ലോക്ക് ചെയ്ത്. അപ്പം മാറിക്കൊടുത്ത്. ഇവിടെ കളി നടക്കാത്തതിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ തെറ്റായ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് എന്താ മദ്യം മയക്കുമരുന്നിനൊക്കെയാണ് ഇവർ അടിമയാവുന്നത്. വേറൊരു എൻജോയ്മെൻ്റ് ഇവിടെ ഇല്ല. ഇതാകുമ്പോൾ ഈ മദ്യമൊക്കെ ഉപയോഗിച്ച് വാണട്ടി ടൈമിങ് ഒരുപാട് കിട്ടും. എന്നോട് പറഞ്ഞതാണ് ഓരോ ചെക്കന്മാർ, നല്ലൊരു പെണ്ണിനെ സംസർഗം ചെയ്യാൻ കിട്ടുകയാണെങ്കിലൊക്കെ കുറേ ഇവിടുത്തെ ക്രൈം അവസാനിക്കും എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഇപ്പം ഞാനിപ്പോൾ പറയല്ലേ, ഇങ്ങനെ പരിപാടിയൊക്കെ എല്ലാവരും എടുക്കണം. നമ്മൾ 10, 50, 60 വയസ്സ് വരെയൊക്കെ യൗവനം നിലനിൽക്കും. ഇത് കഴിഞ്ഞ് കുടപ്പുളി പോലെയായി പെണ്ണിൻ്റെ സാധനം, ആണുങ്ങളുടെ സാധനം ചുരുങ്ങിപ്പോയി, പിന്നെ വല്ലതും നടക്കുക. അപ്പം രഹസ്യമായിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കട്ടെ. എണീറ്റ് നടക്കാൻ ജീവനില്ലാത്തവരും കെട്ടും പെണ്ണ്, പിന്നെ അവളവൻ്റെ അടിമ, അവൾക്ക് പിന്നെ ഈ സാധനം ആമത്തായിട്ട് അവൻ പൂട്ടി ആർക്കെങ്കിലും കൊടുത്തെന്ന് അറിഞ്ഞാൽ നാട്ടുകാർക്കാണ് വേദന കൂടുതൽ. ഞാനിപ്പോൾ ഇങ്ങനത്തെയൊക്കെ പറയുമ്പോണ്ട് കുറേ കുലസ്ത്രീകളും അമ്മാവന്മാരൊക്കെ വന്നിട്ടും നിനക്ക് ഭാര്യയില്ലേ, അമ്മയില്ലേ, പെങ്ങളില്ലേ? എൻ്റെ ഭാര്യൻ്റെ അമ്മേൻ്റെ പെങ്ങളുടെയൊക്കെ പ്രശ്നം ഞാനല്ലേ നോക്കണത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരുത്തം ചോദിക്കണം, താങ്കളുടെ ഭാര്യ പോകുന്നുണ്ടോ? എൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അവൾ പോയിക്കോട്ടെ, നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് കളിക്കണമെന്ന് തോന്നി അവൾ പോയിക്കോട്ടെ. ഈ ചോദിക്കണവൻ്റെ ഭാര്യ ഇതിലെങ്കിലും ചാടുണ്ടാകുന്ന ശ്രദ്ധിക്കണേ നല്ലത്. കാരണം എനിക്ക് പ്രശ്നമല്ല എൻ്റെ ഭാര്യ പോയാൽ, അവൾക്ക് അങ്ങനെ ഒരാഗ്രഹമുണ്ട്, ഞാനെന്തിനാ തടസ്സപ്പെടുത്തണം? മണ്ണായി പോകാനുള്ള മനുഷ്യരാണ്. ഇത് വലിയ പാപമാണെങ്കിൽ മെത്രാൻ അച്ഛനൊക്കെ കള്ളവടി വെക്കുക, നരകത്തിന് തീ പോയി വെന്തുരുകുമെന്ന് അറിയുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ അവർക്കറിയും. കന്യാസ്ത്രീയന്മാർ കർത്താവിൻ്റെ മണവാട്ടികൾ അങ്ങനെ ഒരു അന്യപുരുഷന് സഡ്ഡി ഒരു കാലകട വെച്ച് കൊടുക്കണം, വിടർത്തി വെച്ച് കൊടുക്കണം. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവും ദൈവമൊന്നും ഇല്ലെന്നാണ് അവരുടെ മനസ്സിൽ തോന്നണ ആ നിമിഷത്തിൽ. അല്ലെങ്കിൽ നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ദൈവം നരകമൊക്കെ തേങ്ങാക്കുക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരൊരിക്കലും ആ തെറ്റ് ചെയ്യില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇവിടുത്തെ നാട്ടുകാരുടെ മുന്നിൽ സത്യം പറഞ്ഞാൽ പട്ടിണി കിടക്കണതിൻ്റെ മുമ്പിൽ നിന്ന് കോഴിയിറച്ചി ബിരിയാണിയൊക്കെ തിന്നണം. ഇതാണ് ഈ അതിവൃത്തിയായിട്ട് സ്ത്രീകൾ കോലം കെട്ടി നടക്കണം. അവൾക്കൊരു മാനസിക രോഗമാണ്. അവൾ അത്രയും എല്ലാ പെണ്ണുങ്ങൾക്കും ഇല്ലേ അവൾ ഈ പുറത്ത് കാണിച്ച സാധനമൊക്കെ. അവളുടെ മുഖത്തുള്ള തീവ്രത അതിൽ ഞാൻ വായിച്ചത് എന്താണെന്നാ, നീയൊക്കെ വേണമെങ്കിൽ പോയി വാണടിച്ചോടാ. എൻ്റെ ഒരു മനസ്സുഖത്തിന് ഞാൻ എനിക്കിഷ്ടം പോലെ നടക്കും. ഇതാണ് അവളുടെ മുഖത്ത് ഞാൻ വായിച്ചത്. അതെന്തും ആയിക്കോട്ടെ, അന്യ സ്റ്റേറ്റിലുള്ള പെണ്ണുങ്ങളൊക്കെ പരിചയപ്പെടുമ്പോഴാണ് ഈ നാട്ടിലുള്ള കൂതറകളെ തോട്ടിലെറിയാൻ തോന്നുന്നത്. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഈ പെണ്ണിന് മുന്തിയ തരം ലിക്കർ വേണമെന്നും പറഞ്ഞിട്ട് ഒരാളെൻ്റെ അടുത്ത് വരിക. അപ്പോൾ ഇവൾക്ക് അവിടെ റെൻ്റേക്കാറിൻ്റെ പരിപാടി, ബിൽഡിങ്ങർ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇയാൾ വന്നപ്പോൾ ഞാൻ കൊടുത്തൊരു കുപ്പി. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ആളെ നേരിട്ട് മുട്ടിച്ച് തരാം, നല്ലൊരു മാഡമാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസയൊക്കെ തരും, എനിക്ക് ഇപ്പോഴും വരാൻ പറ്റില്ല. അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ അവളുടെ ഫ്ലാറ്റിൽ പോയി. അപ്പോൾ ഒരു ദിവസം മദ്യം കഴിച്ചുകൊണ്ട് 2 ബാഗ് എനിക്കും തന്നു. അപ്പോൾ എന്നോട് ചോദിച്ചില്ല, നിങ്ങൾക്ക് സെക്സിൽ താല്പര്യമുണ്ടോ? നിങ്ങളുടെ പ്രൊഫഷനിലുള്ള ആൾക്കാരോട് എനിക്ക് നല്ല സ്നേഹമാണ്. അതായത് എൻ്റെ ജോലി പോലത്തെ ജോലിയുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് സെക്സിൽ താല്പര്യമുണ്ടോ? സെക്സിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കതില്ലാത്തത്? നമ്മൾ തമ്മിലാണെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു ബ്യൂട്ടിഫുൾ യങ് ലേഡി എൻ്റെയൊക്കെ ഭാഗ്യം, എൻ്റെയൊക്കെ സ്വർഗം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇവർ അത് നമ്മൾക്ക് എനിക്ക് വിരോധമില്ല എന്നുള്ളൊരു ടാക്ക്. ഞാൻ പിന്നെ ചുംബന വിദഗ്ധനാണ്. അടുത്ത് പോയി ചുംബിച്ച് ഒരു പെണ്ണിനെ എത്രയും വേഗം വികാരം കൊള്ളിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ വിരലുകൾ, എൻ്റെ ചുണ്ട്, എൻ്റെ നാവ്, ഇതൊക്കെ പെണ്ണുങ്ങളെ ചക്രശ്വാസം വലിപ്പിക്കും. ഇവളെ മെല്ലെ ഉള്ള വസ്ത്രങ്ങളൊക്കെ കഴിച്ച് അവൾ ഇതേപോലെ ഒരു ഇതാണ് ഇടുക, എന്താ പറയുക, മിഡിയും ടോപ്പുമാണ്. ഞാനതൊക്കെ അയച്ച് എന്താ പറയുക, ഒരു വിഗ്രഹം പോലെ കടും മഞ്ഞ ഷെഡി. അപ്പോൾ എന്നെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇവളുണ്ടല്ലോ സുഖിപ്പിച്ച് ഫുൾ നഗ്നയാക്കി ഇവളുടെ കന്തും എല്ലാം ഞാൻ നാക്കും കൊണ്ടാക്കി കൊടുത്ത് നിപ്പിൾസ് ചെയ്യുമ്പി. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ച്, അത് മിക്ക പെണ്ണുങ്ങൾക്കും ഉള്ളതാട്ടോ.
ഈ മുലക്കണ്ണും കന്തും ഏകദേശം ഒരേ കളറാവും. ഇത് രണ്ടും ഒരു റോസ് കളറാണ്. എന്നാലും കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ ഇവളെ കളിച്ചത്. ഇവള് പിന്നെ കളി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ നല്ലൊരു ജെൻറ്റിൽമാനാണ്, കഴിവുള്ള ആളാണ്. എൻ്റെ ലൈഫിൽ ആണുങ്ങൾ വേറെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര എൻജോയ് ഞാൻ ചെയ്തിട്ടില്ല. അതൊരു സത്യമാണ്. ഞാൻ കളിച്ച ഒരു പെണ്ണും എന്നെ മറക്കുകയില്ല, വെറുക്കുകയില്ല. ഞാൻ അവരെ അല്പസമയം ഞാൻ അവരെ കെയർ ചെയ്യുകയും ചെയ്യും, സുഖത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഈ പെണ്ണിന് എന്നോട് പിന്നെ സംസാരിച്ചിരിക്കാനാണ് താല്പര്യം. പല വിഷയങ്ങളെ പറ്റിയും പറയുമ്പോൾ ഞങ്ങളൊക്കെ ഒരു കോമൺ മൈൻഡാണ്. സമ്പാദിക്കണതിനെ പറ്റിയൊക്കെ വലിയൊരു അതൊക്കെ വെറുതെ എന്നുള്ള അഭിപ്രായമാണ്. മനുഷ്യൻ മരിച്ചു പോകാനുള്ള ആൾക്കാരില്ല, എൻജോയ് ചെയ്യണം എന്നുള്ള താല്പര്യമുള്ള ആളാണുള്ളത്. അങ്ങനെ ഇവള് എന്നോട് പറഞ്ഞു, നമുക്ക് മുംബൈയിൽ പോകാം, എനിക്ക് നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, അവിടെ നല്ല എൻജോയ്മെൻ്റ് ഉണ്ട്. അങ്ങനെ പോവാം. ഞാൻ വിചാരിച്ച് ട്രെയിനിലായിരിക്കും പോകണമെന്നാ, പക്ഷെ അവൾ ഫ്ലൈറ്റിനാണ് പരിപാടി ഇരുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ വരുമാനമൊന്നുമില്ല നിൻ്റെ പോലെ, അപ്പോൾ ഒരു പ്രാവശ്യം നീ ചിലവാക്കിയാൽ ഞാനും ചിലവാക്കണ്ടേ, എനിക്ക് മടിയുണ്ടെന്ന് പറയാം. അപ്പോൾ അവൾ പറഞ്ഞേ, പണം വരുമ്പോൾ ഞാൻ പണം സമ്പാദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സാലറിയാണ്, ഞാൻ ബിസിനസ്സുകാരിയാണ്, എനിക്ക് പ്രശ്നമില്ല, എന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുകയും വേണ്ട. അങ്ങനെ ഞങ്ങൾ മുംബൈയിൽ പോയി. മുംബൈ ചെന്നപ്പോഴല്ലേ അവൾക്ക് അവിടെ നല്ല പിടിപാടാണ്. അവളുടെ ഫ്രണ്ട്സ് അവർ നടത്തുന്ന പബ്ബ് ഒക്കെ ഉണ്ട്, ബിയർ പാർലർ പോലത്തെ ഡാൻസൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങളവിടെ റൂമിൽ ഞാനും ഇവളും കൂടി എൻജോയ് ചെയ്ത് അവിടെ താമസിച്ച് കളിച്ചു കൊടുക്കണം നല്ലോണം. അവൾ സിഗരറ്റ് വലിക്കും, പിന്നെ മറ്റെന്തൊരു സാധനം വലിക്കും, കഞ്ചാവല്ല വേറെന്തൊരു സംഭവം. എനിക്കതിൽ വലിയ ത്രില്ലില്ല, ഞാൻ അതിൻ്റെ ടേസ്റ്റ് വരെ നോക്കിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അവൾ കാശ്മീർ കണ്ടിട്ടില്ല. അന്ന് ഞങ്ങൾ ജമ്മു ശ്രീനഗർ ഭാഗമൊക്കെ ലേശം പ്രശ്നത്തിലാണ്. ജമ്മുവിൽ ഞങ്ങൾ പോയി. ശ്രീനഗർക്ക് അന്ന് എന്തൊക്കെയോ ഒരു ഇഷ്യൂ നടക്കുകയാണ്, തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ രാജസ്ഥാൻ, ജയ്പൂർ, ഒരുപാട് സ്ഥലത്ത് പോയി. താജ്മഹൽ അതൊക്കെ അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒപ്പം പോകാനൊരു ത്രില്ലിന് ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെയുള്ള ഈ കേരളത്തിന് പുറത്തുള്ള പെൺകുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, സ്നേഹിച്ചാൽ നല്ല സ്നേഹവതികളാണ്. ഇപ്പോഴത്തെ പെണ്ണുകളൊക്കെ അഭിനയിക്കുകയാണ്, നിൻ്റെ അടുത്ത് എന്തുണ്ട് ഒന്നുമില്ല, അപ്പം തേച്ച് കളയും, തോട്ടിലെറിയാൻ തോന്നും. നല്ല മനുഷ്യരൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് പോകണം, പെൺകുട്ടികളായാലും. ഈ തമിഴ് സ്ത്രീകളായിക്കോട്ടെ, എന്തൊരു റെസ്പെക്റ്റാണ് പുരുഷന്മാരോട്. ഇവിടെ അതില്ലല്ലോ, ആണുങ്ങളോടൊരു ബഹുമാനം തന്നെ ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കപട സദാചാരം, എല്ലാവർക്കും ഇതിനാഗ്രഹമുണ്ട്, നടക്കൂല. എന്താ പറയുക, വീർപ്പ് മുട്ടിക്കഴിയുക, പെണ്ണും ആണും കുളിമുറിലും ബെഡ്റൂമിലും വാണടിച്ച് സഹിച്ച് കിടക്കുക. നാട്ടുകാരെ പേടിച്ചിട്ട്. ഇത് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല, നല്ല സ്വഭാവമായിട്ടുമല്ല. കളിക്കാൻ മരിച്ചു പോണതിന് മുമ്പ് എൻജോയ് ചെയ്യും, എനിക്ക് അത്രേ പറയാനുള്ളൂ. നമസ്കാരം.